നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ നിന്ന് യാത്ര ചെയ്യാൻ പോവാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ നിന്ന് ഞാൻ പോകുന്നത് നമ്മുടെ ദുബൈയിലേക്കാണ്. ഇതിപ്പോഴത്തെ വീഡിയോ അല്ല, ഇത് 2022 ഞങ്ങളൊരു പോയ ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. പക്ഷെ അന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തേതിനെക്കാട്ടിലും വളരെ മോശമായ രീതിയിലുള്ള എയർ ഇന്ത്യയുടെ സർവീസാണ് നിങ്ങൾക്ക് അന്നും കാണാൻ കഴിയുന്നത്. കാരണം അന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ള രീതി വേണം പറയാൻ. രാവിലെ 11 മണിയുടെ ഫ്ലൈറ്റായിരുന്നു. ഞങ്ങൾ ഒരു 9 മണിയായപ്പോൾ മെസ്സേജ് വന്നു, ടൈം റീസ്കെഡ്യൂൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അത് ഏകദേശം ടൈം തന്നത് ഒരു 3 മണിയായിരുന്നു. അതിനുശേഷം 2 മണിയായപ്പോൾ വീണ്ടും വന്നു, അത് വീണ്ടും 5 മണിക്ക് ഏകദേശം മാറ്റിയെന്നു. അങ്ങനെ 5 മണിക്ക് ഞങ്ങൾ കറക്റ്റായിട്ടെല്ലാം ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഡീപ്ലെയിൻ 1 മണിക്കൂറോളം ഇരുന്ന്. അതിനുശേഷം ഫ്ലൈറ്റ് അനങ്ങുന്നില്ല. ഒരു സമയത്ത് ഒരു തവണ ഫ്ലൈറ്റ് എത്തി, റൺവേ വരെ പോയി, റൺവേയിൽ നിന്ന് പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ഡീപ്ലെയിൻ ആക്കി. അങ്ങനെ നമ്മൾ ബാഗും പെട്ടിയും കിടക്കയെല്ലാം എടുത്ത് അങ്ങനെ ഇറങ്ങിയാണ്. എന്നാൽ ഇത്ര ലേറ്റ് ആയതിനു ശേഷം എയർ ഇന്ത്യ അതിന് വേണ്ട നമുക്കുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഫുഡ് അറേഞ്ച് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. അങ്ങനെ എല്ലാവരും നമ്മുടെ വേറെ ഒരു അവർ അസൈൻ ചെയ്ത ഏരിയയിലെത്തി അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അവിടെ ഇരിക്കാനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല, ഒരു വെറും റൂം പോലെ. അതിനുശേഷം വീണ്ടും ഞങ്ങളകത്ത് വന്നു. അപ്പോഴും അവർ പറയുന്നത് വീണ്ടും സമയമെടുക്കും എന്നുള്ളത് തന്നെയാണ്. നമ്മളെ ഗേറ്റ് ഇരുത്തുക, പിന്നെ ഇറക്കുക, അത് തന്നെ ഒരു കണ്ടിന്യൂ ഒരു പ്രോസസ്സായിരുന്നു അവിടെ നടന്നത്. അങ്ങനെ ആൾക്കാർ വരെ ചൂടാകാൻ തുടങ്ങി. ഒരുപാട് പ്രായമായവരും കുട്ടികളും എല്ലാം ഉണ്ട്. എങ്കിലും അവരുടെ യാതൊരു റെസ്പോൺസും ഇല്ലായിരുന്നു. അപ്പോൾ അവരുടെ റെസ്പോൺസ് എന്താ ഇല്ലാത്തതെന്നുള്ളത് സ്വാഭാവികമാണ്, അവരും ജീവനക്കാരാണ്. എങ്കിലും ആൾക്കാർക്ക് റെസ്പോൺസ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണെങ്കിലും അതിൽ നിന്നും അവർ മാറി നിന്ന്. കാരണം അവരും കുഴഞ്ഞു കാണും ഇങ്ങനെയുള്ള ഫ്ലൈറ്റിൻ്റേത്. അങ്ങനെ അവസാനം